ഹലോ, നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ സംഭവങ്ങൾക്കുള്ളതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ ഒരു ട്രാവലിംഗ് നടത്തുമ്പോൾ ഒരു സ്പെയർ ആയിട്ടുള്ള ടയർ നമ്മൾ കരുതാറുണ്ട് അല്ലേ, ഒരു സ്റ്റെപ്പിന്. എന്തിനാന്ന് വെച്ചാൽ അതൊരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു പഞ്ചറോ മറ്റു പ്രോബ്ലംസോ ഉണ്ടായാൽ നമുക്കതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കരുതുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബാക്കപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരു ബാക്കപ്പാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം ലോസ്റ്റ് സംഭവിച്ചാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പാണ്. ഇൻഷുറൻസ് വാങ്ങേണ്ടത് നമ്മൾ മരണപ്പെടും എന്ന് കരുതിയിട്ടല്ല, മറിച്ച് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. പല ആളുകളും ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് അത് മരിച്ചാൽ കിട്ടുന്നതല്ലേ എന്നാണ്. ഞാൻ പഴയ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, മരിച്ചാൽ കിട്ടുന്നതല്ല, മരിച്ചാലും കിട്ടുന്നതാണ് ഇൻഷുറൻസ് എന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നേടാം. പക്ഷെ നമ്മളുടെ അഭാവത്തിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അങ്ങനെ ആരൊക്കെ നമ്മളെ ആശ്രയിച്ച് നമ്മുടെ ഇൻകത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടോ അവർക്ക് ആ ഇൻകത്തിനുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആണ്, അതിനു വേണ്ടിയുള്ളൊരു ബാക്കപ്പാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളൊരു ബാക്കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇല്ലെങ്കിൽ ഒരു ബാക്കപ്പിന് തയ്യാറെടുക്കാൻ തയ്യാറുള്ളവർ ഈ ഒരു പുതുവർഷത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ട ഗൈഡൻസിനും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ എപ്പിസോഡുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.